ഈ കരിങ്കൊടി കാണിച്ചു കഴിഞ്ഞാൽ കഴുത്തിന് ക്ഷതമേൽക്കുമോ? അങ്ങനെയുള്ളൊരു കാഴ്ചയാണ് നമ്മൾ ഈ കഴിഞ്ഞ ദിവസം കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ കണ്ടത്. അത് ഒരു ജനാധിപത്യപരമായ ഒരു സമരമല്ലേ, കരിങ്കൊടി കാണിക്കുക. കറുപ്പിനോട് ഇത്രയും അസഹിഷ്ണുത വെച്ച് പുലർത്തേണ്ട കാര്യവുമില്ല. പിന്നെ അതിനെ തുടർന്നുണ്ടായ നാടകമെല്ലാം തന്നെ ജനം തിരിച്ചറിഞ്ഞു. ഈ ഇടതുപക്ഷം ഒരുപാട് നാടകം കളിച്ചിട്ടുണ്ട്. നമ്മൾ എം വി ഗോവിന്ദൻ്റെ യാത്രയിലെ ഒരു പിന്നെ വയോധികൻ ഈ പെൻഷൻ പണം തിരിച്ചു കൊടുക്കുന്നതും അഭിനന്ദിക്കുന്നതും അത് പിന്നീട് ഒരു നാടകമാണെന്ന് അതും ബോധ്യമായി. അപ്പൊ തൊട്ടതെല്ലാം പാളിപ്പോവുകയല്ലേ ചെയ്യുന്നത്. അതെ. പണ്ട് നമ്മൾ നാടകമേ ഉലകം എന്ന് കേട്ടിട്ടുണ്ട്. ഇപ്പം നാടകമേ ഇടതു മുന്നണി എന്നായിട്ടുണ്ട്. മുഴുവൻ നാടകമായി മാറിയിരിക്കുക. ഇപ്പൊ അവസാനമായിട്ട് നടന്നത് വീണ ജോർജ് വീണടത്ത് കിടന്നുരുളുന്നു. അതാണ് ഇപ്പോഴത്തെ നാടകം. ഇപ്പോൾ ഇതിനകത്ത് വലിയൊരു മണ്ടത്തരം പറ്റിയത് CCTV ഉള്ള ഒരു പ്രദേശത്താണ് ഈ സംഭവം നടന്നത്. അപ്പോൾ സാധാരണയിൽ CCTV ഒക്കെ 5 മിനിറ്റ് കൊണ്ട് പോലീസ് എടുത്ത് പത്രക്കാർക്ക് കൊടുക്കുന്നതാണ്. ഈ സംഭവം നടന്ന് 24 മണിക്കൂർ ആകാറായിട്ടും അവിടെ CCTV ഒന്നും എടുക്കാൻ ആരും അതിൻ്റെ ഫുട്ടേജ് ഒന്നും എടുക്കാൻ ആരും തയ്യാറായിട്ടില്ല. പക്ഷേ ചാനലുകൾ ഏതാണ്ട് എല്ലാം ഉണ്ടായിരുന്നുകൊണ്ട് അവരെല്ലാം എടുത്ത ഫുട്ടേജുകൾ, അവരുടെ എല്ലാം ഷോട്ടുകൾ നമ്മുടെ കയ്യിലുണ്ട്. അത് നോക്കിക്കഴിഞ്ഞാൽ വീണ ജോർജിനെ ആരും തൊട്ടിട്ടില്ല. വീണ ജോർജിൻ്റെ അടുത്തോട്ട് പോലും ഈ പിള്ളേർ പോയിട്ടില്ല. 2 പേര് ആക്രോശിച്ചുകൊണ്ട് വന്നു. പക്ഷേ 2 പേരെയും പോലീസ് കുത്തിന് പിടിച്ച് അപ്പോഴേ കൊണ്ടുപോയി. അവർക്കും അറിയാം, കാരണം അടുക്കലെക്കാൻ കഴിയില്ല. അപ്പോൾ പോലീസ് അങ്ങ് പിടിച്ചോണ്ട് പോയി ഒതുക്കി. അത് കഴിഞ്ഞതും നമ്മുടെ ആര്യ രാജേന്ദ്രൻ മോഡൽ ഒരു തറവേലയുമായിട്ട് നമ്മുടെ വീണ ജോർജ് അങ്ങ് രംഗത്ത് വന്നു. ആര്യ രാജേന്ദ്രൻ മേയറായിരുന്നപ്പം പണ്ട് ബസ് ഡ്രൈവറെ യദുവിനെ പിടിച്ചു നിർത്തുകയും അയാളുടെ നേരെ നോക്കി ആക്രോശിക്കുകയൊക്കെ ചെയ്ത സീനുകൾ നമ്മൾ കണ്ടതാണ്. ഏതാണ്ട് അതുപോലെ ആയിപ്പോയി വീണ ജോർജിൻ്റെ നാടകം. ഈ പിള്ളേർ വളം വെച്ചുകൊണ്ടിരുന്ന പോകുന്നവരെ ഒരനക്കമില്ല, പോലീസിൻ്റെ അടുത്ത് ഒതുങ്ങി നിന്നു. പോയി കഴിഞ്ഞതും അങ്ങോട്ട് കയറ് പൊട്ടിച്ചു. അവന്മാരെ ഞാൻ ശരിയാക്കുമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവിടെ മന്ത്രി തന്നെ ഒരു വലിയ സീൻ ക്രിയേറ്റ് ചെയ്യാണ്. അവരെ അടിക്കാൻ ചെല്ലുന്ന മട്ടിൽ ഒരു സീൻ. അപ്പോൾ പോലീസ് ഇല്ല മാഡം എന്ന് പറഞ്ഞ് തടുക്കാൻ ചെല്ലുന്ന രീതി. ഒരു പോലീസ് ഓഫീസർ ഇവരുടെ ഷോൾഡറിൽ വരെ പിടിച്ച് നിർത്തുന്നുണ്ട്. കാരണം ഇല്ലെങ്കിൽ ഇവർ മുന്നോട്ട് പോയാൽ പോലീസിന് പ്രശ്നമല്ലേ. മന്ത്രി മുന്നോട്ട് ചെന്നാൽ ഈ നിൽക്കുന്ന അടിക്കാനോ ഉഴയ്ക്കാനോ നിൽക്കുന്ന പിള്ളേർ വെറുതെ വിടുമോ? അപ്പോൾ അവരെന്തെങ്കിലും ചെയ്താൽ പിന്നെ മന്ത്രിക്ക് ഉള്ളതിനേക്കാൾ ഉത്തരവാദിത്വം പിന്നെ പോലീസിനല്ലേ. പോലീസ് അവിടെ എന്ത് ചെയ്തു? സസ്പെൻഷൻ 3-4 കിട്ടുകയും ചെയ്യും. അപ്പോൾ അവരന്തം വിട്ട് പിടിച്ച് നിർത്താനൊക്കെ നോക്കുന്നുണ്ട്. വലയം വെച്ചും ഒക്കെ പിടിച്ചു നിർത്താൻ നോക്കുന്നുണ്ട്. ഒരു രക്ഷയില്ല. ഇതെല്ലാം കഴിഞ്ഞു, നാടകമെല്ലാം തീർന്നു. അവന്മാരെ ഞാൻ ശരിയാക്കും, നിങ്ങൾ പത്രക്കാർ വന്ന് ഇവിടെ നിൽക്കുമ്പോഴേ ഞാൻ വിചാരിച്ചു അവന്മാരിവിടെ വന്ന് ഷോ കാണിക്കും എന്നൊക്കെ പറഞ്ഞ് വാശിയിൽ എങ്ങനെ പോയി ഈ പ്ലാറ്റ്ഫോമിൽ നിന്ന് അപ്പുറത്തെ പ്ലാറ്റ്ഫോമിലും ഒക്കെ എത്തി കഴിഞ്ഞപ്പോഴാണ് വീണ ജോർജിന് കഴുത്ത് വേദനയെന്ന് തോന്നുന്നത്. ആദ്യം കയ്യെങ്ങാണ്ട് പറഞ്ഞു. അപ്പം അത് പിന്നെ ഏക്കില്ല എന്ന് മനസ്സിലായപ്പോൾ കഴുത്തിലേക്ക് പിടിച്ചു. അയ്യോ എന്നായി. എന്തായാലും വലിയ നാടകമാണ് നടന്നത് എന്നുള്ളത് ഇപ്പം നാട് മുഴുവൻ അഭിപ്രായമായി. ഇതിൻ്റെ സീൻ കണ്ട ആർക്കും മനസ്സിലായി പിള്ളേരുടെ ഒരു കൈ അകലം മാത്രമല്ല, ഒരു 3 കൈ അകലത്ത് പോലും മന്ത്രി എത്തുന്നില്ല. പിന്നെ എങ്ങനെയാണ് കഴുത്തിന് പിടിച്ചിരിക്കുന്നത്? നമ്മുടെ ഗോവിന്ദ മാഷൊക്കെ പറയുന്നത് കഴുത്തിന് പിടിച്ച് ഞെരിച്ചു, കൈ പിടിച്ച് തിരിച്ചു എന്നൊക്കെയാണ്. ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ എന്താണിത്? അപ്പം നാടകമേ ഇടതു മുന്നണി എന്ന് പറയുന്നത് തെറ്റില്ല എന്ന് തോന്നുന്നു. ഇടതു മുന്നണിയുടെ ഒരു വൈതരണി ഇപ്പോൾ എങ്ങനെയും ഈ UDFൻ്റെ ഒരു മുന്നേറ്റത്തെ തടുക്കണം. അപ്പോൾ അതിന് എന്ത് ചെയ്യാമെന്ന് ആലോചിച്ചപ്പോൾ കുറേ നുണപ്രചരണങ്ങൾ ഇങ്ങനെ ആകാം എന്ന് വിചാരിച്ചു എന്നുള്ളതാണ് ഇപ്പോഴത്തെ അവസ്ഥ കണ്ട് നമുക്ക് തോന്നുന്നു. ഇതൊക്കെ പഴയ ഒരു തറവേലകളല്ലേ, ഈ സിമ്പതി പിടിച്ചു പറ്റുന്ന ഇലക്ഷൻ പ്രചാരണ സമയത്ത്. ഇപ്പോഴത്തെ ആൾക്കാർക്കൊക്കെ ഇതൊക്കെ നല്ലപോലെ അറിയാം. ഇപ്പം നേരത്തെ ഓപ്പോസിറ്റ് ആണ് ചെയ്യുന്നത്. നമ്മൾ എങ്ങോട്ട് തിരിഞ്ഞാലും 4 വഴിക്കും ക്യാമറ നിൽക്കുക. പിന്നെ ഇത് ഇത്തരം രംഗങ്ങൾ കാണിക്കുമ്പം പ്രധാനമായും നമ്മൾ ആലോചിക്കേണ്ടത് നമ്മുടെ കാര്യങ്ങൾ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. പണ്ട് പോലും ഇത്തരം സീനുകൾ കാണിച്ചാൽ, പണ്ട് ശിവദാസ് മേനോനെ പാലക്കാട് കണ്ടു വെച്ചാന്ന് തോന്നുന്നു, പോലീസ് അടിച്ച് തല പൊട്ടി. അപ്പം കൃഷ്ണദാസ് അന്നത്തെ MP ആണെന്ന് എനിക്ക് തോന്നുന്നു. അത് കഴിഞ്ഞിട്ടാണോ എന്തായാലും കൃഷ്ണദാസിന് നല്ല കറുത്ത താടിയൊക്കെ ഉണ്ട്. കൃഷ്ണദാസ് എന്ത് ചെയ്യുക, ഇദ്ദേഹത്തിന്റെ തലയിൽ നൊലിക്കുന്ന രക്തത്തെ ഇങ്ങനെ ഒപ്പിയിട്ട്
തൻ്റെ ഉണ്ട്. താടിയിൽ ഇങ്ങനെ തടവുകയാണ്. എന്നുവെച്ചാൽ ഇയാളുടെ മുഖം അല്ലെങ്കിൽ താടിയിലൊക്കെ പൊട്ടി ചോര ഒലിക്കുന്നതായിട്ട് സീൻ വരണം. പക്ഷെ അന്നും ഇതുപോലെ തന്നെയാണ്. ഏതോ ഒരു ചാനലുകാരൻ്റെ ദൃശ്യം ഇതിൽ ക്ലോസപ്പിൽ പോയപ്പം ഈ കളി പൊളിഞ്ഞു. ഇത് പണ്ട് മുതലേ മാർക്സിസ്റ്റ് പാർട്ടി നടത്തുന്ന ഒരു നാടകമാണ്. ഈ സിമ്പതി പിടിച്ചു പറ്റാനായിട്ട് എന്തെങ്കിലും ചെയ്യുക, എന്നിട്ട് അവഹേളിതമാകുക, എന്നിട്ട് അതിനെ ന്യായം പറയുക. അദ്ദേഹത്തിൻ്റെ മൂക്കിലും കണ്ണിലും ഒക്കെ വീഴാതിരിക്കാനാണ് ഞാൻ ഇങ്ങനെ തേച്ചത്. എനിക്ക് ഇപ്പോൾ ഒരു സംശയം, ഈ കഴുത്തിനേറ്റ ക്ഷതം അത് ചികിത്സാർത്ഥം ചിലപ്പോൾ വീണ വിദേശത്തേക്ക് പോകുമോ എന്നൊരു സംശയമുണ്ട്. നമ്മുടെ നികുതി പണം എടുത്ത് അല്ല, അത് വേണ്ടി വരും. കാരണം ഇവർ 2021 ഇലക്ഷൻ സമയത്ത് ഇവർക്കൊരു കുഴപ്പം പറ്റി. ചെറിയൊരു ആക്സിഡൻറ്റ് കണ്ടെന്ന് കാറിൽ എന്തോ ഉണ്ടായി. അന്ന് കഴുത്തിനൊരു പ്രശ്നം പറ്റിയതാണ്. പ്രശ്നം പറ്റി അന്ന് കോളറിട്ടുകൊണ്ട് നടന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ പിടിവലിയുടെ സമയത്ത് പോലീസുമായിട്ടുള്ള ഇവരുടെ ആക്രോശത്തിൻ്റെ സമയത്ത് പോലീസ് തടഞ്ഞു വയ്ക്കാൻ ശ്രമിച്ച സമയത്ത് കഴുത്തൊലഞ്ഞു കാണും. അപ്പോൾ വേദന വന്നു കാണും, ഇല്ലയെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അത് ഇപ്പോൾ അത് പിള്ളേരുടെ പള്ളിയിൽ കയറ്റിയപ്പം ആണ് പ്രശ്നമായത്. പിള്ളേരങ്ങോട്ടെങ്ങും ദർശിച്ചിട്ടില്ല എന്നുള്ളത് പൂർണ്ണമായും തെളിവായി. എന്ന് മാത്രമല്ല, നമ്മുടെ ഫേസ്ബുക്കിലും ഒക്കെ കിടന്ന് ആൾക്കാർ പറയുന്നത് കേട്ടാൽ നാണക്കേട് കൊണ്ട് ഇരിക്കാൻ വയ്യാത്ത വിധത്തിലാണ് മന്ത്രിയൊക്കെ ഇങ്ങനെ അവഹേളിക്കുന്നത്. മന്ത്രി ഇത്രയും അവഹേളിത ആകേണ്ട കാര്യം ഉണ്ടായിരുന്നോ ഈ നാടകം കളിച്ചതെന്ന് ഇപ്പോൾ അവർക്ക് തന്നെ തോന്നുന്നുണ്ടായിരുന്നു. പണ്ട് സാധാരണ ഈ കോൺഗ്രസ്സുകാരായിരുന്നു ഇത്തരത്തിലുള്ള നാടകങ്ങളൊക്കെ കളിക്കുന്നത്. ഇപ്പൊ അവര് വളരെ മെച്ചോർഡായി. അത് കോൺഗ്രസ്സുകാർ എങ്ങനെ കാണും? അത് ഇരുത്തം വന്ന നേതാക്കളായിരുന്നു മാർക്സിസ്റ്റ് നേതാക്കൾ. അതാണ് അവരുടെ ഒരു പ്രത്യേകത. ആ കാലത്തുള്ളവർ ഒരു നാടകവും കാണിക്കില്ല. അവർ പോസ്റ്റർ പോലും പണ്ടില്ലായിരുന്നല്ലോ. EMS നമ്പൂതിരിപ്പാട് ഇവിടെ മത്സരിക്കുന്നു, അരിവാൾ ചുറ്റിക നക്ഷത്രം ചിഹ്നം എന്നേ ഉള്ളൂ. ആളുടെ പടം പോലും വെക്കില്ല. EMSൻ്റെത് മാത്രമല്ല, മറ്റേ ഒരു നേതാവിൻ്റെയും വെക്കാറില്ല. ഈ അടുത്ത കാലത്താണ് ഈ ഫ്ലക്സും പരിപാടിയും ഒക്കെ ആയിട്ട് രംഗപ്രവേശനം ചെയ്തു തുടങ്ങിയത്. അത് പിണറായി വിജയൻ പിന്നെ പാർട്ടി സെക്രട്ടറി ആയപ്പോൾ മുതലാണ് ഈ വലിയ ഫ്ലക്സുകൾ തുടക്കമിട്ടത്. പിന്നെ അതിപ്പോൾ ഒരു ശീലമായി. ഇപ്പം കോൺഗ്രസ്സുകാരേക്കാൾ അധപ്പതിച്ച വിധത്തിൽ ഫ്ലക്സിൻ്റെ ഒരു മേളമാണ്. ഇപ്പോൾ ഓടയുടെ സ്ലാബ് മാറ്റിയാലും ഉടനെ തന്നെ ഓട സ്ലാബ് മാറ്റിയ മന്ത്രിക്ക് അല്ലെങ്കിൽ MLAക്ക് അല്ലെങ്കിൽ കൗൺസിലർക്ക് അഭിവാദ്യങ്ങൾ. ഇതിട്ടില്ലെങ്കിൽ ആളുകളോട് ഇപ്പം കലിയായിരിക്കുകയാണ്. ആ വിധത്തിലേക്കാണ് പോകുന്നത്. ഈ നാടകങ്ങൾ ഇപ്പം വേറെ പ്രശ്നമതല്ല വരാൻ പോകുന്നത്. CPM-ന് ഏകദേശം വലിയ പരിക്കില്ലാതെ രക്ഷപ്പെട്ടു പോകാനുള്ള ചാൻസ് ഒക്കെ പലപ്പോഴും കിട്ടിയതാണ്. കാരണം ഇത് കഴിഞ്ഞിട്ട് നമ്മളൊക്കെ അവലോകനം ചെയ്തതാണ്. അതായത് 59 സീറ്റുകളിൽ അവർ ഈ ഗതികെട്ട കാലത്ത് അവർക്ക് ലീഡൊക്കെ ഉണ്ട്. ആ ലീഡൊന്നും പെട്ടെന്ന് കുറയ്ക്കാവുന്നതല്ല. അതിന് പുറമെ ഒരു 8-9 സീറ്റുകൾ വെറും 1000-നും 169-നും ഇടയ്ക്ക് സീറ്റുകൾ വോട്ട് ഉള്ള സ്ഥലങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. അതും കൂടെ ജയിച്ചാൽ ഏതാണ്ട് 70-71 വരാൻ പറ്റുന്ന വിധത്തിലുള്ള ഒരു ചാൻസ് CPM-ന് ഉണ്ടായിരുന്നു. അതിന് കാരണം മറ്റൊന്നുമില്ല. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ 1%, 2% ഈ ആൻറ്റി ഇൻകംബൻസി ഭരണവിരുദ്ധ വികാര വോട്ട് വന്നു കഴിഞ്ഞാൽ തഥൈവ പോക്കാണ്. കാരണം 43-44% LDF-നായിരിക്കും, അല്ലെങ്കിൽ 43-42% UDF-നുമായിരിക്കും. അപ്പോൾ ആ സമയത്ത് ഇതിൻ്റെ മാർജിൻ അങ്ങോട്ടും ഇങ്ങോട്ടും ശകലം മാറിയാൽ ഭരണം മാറുമായിരുന്നു. ഇപ്പോൾ പിന്നെ അതില്ല. ഇപ്പോൾ ഇതിൽ നിന്നിടയ്ക്ക് 20% അടുപ്പിച്ച് BJP പിടിച്ചു മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ അതുക്കും മേലെ വന്ന് ഒരു ഭരണവിരുദ്ധ വികാരം വന്നാലേ ഈ മന്ത്രിസഭയിൽ പോലും തള്ളിയിടാൻ പറ്റുള്ളൂ. കാരണം ഭരണവിരുദ്ധ വികാരം നേരെ രണ്ടായിട്ട് തിരിയുകയാണ്. ഒന്ന് കോൺഗ്രസിന് പോകുന്നു, ഒന്ന് പിന്നെ BJPക്ക് പോകുന്നു. അപ്പോൾ 34-35% BJPക്ക് കിട്ടിയാൽ 20% അപ്പുറത്തും കൂടെ പോകുമ്പോൾ 55% അപ്പുറത്ത് പോയില്ലേ. പിന്നെ 45 പിടിച്ചാൽ മതി ഇവർക്ക് ജയിക്കാനായിട്ട്. അതുപോലെ ചാൻസുകൾ ഇനി ഇപ്പോഴതുമല്ല, അതിലും കൂടുതലാണ്. കോൺഗ്രസ് ചിലപ്പോൾ കൂടുതൽ പിടിച്ചെന്നിരിക്കും. 40-42% പിടിച്ചാൽ BJPയുടെയും കൂടെ ആകുമ്പോൾ 60% അപ്പോൾ ചിലപ്പോൾ 38 കിട്ടിയാലും 38% കിട്ടിയാലും CPM-ന് ജയിക്കാവുന്ന സാഹചര്യമുണ്ട്. പക്ഷേ അതെല്ലാം കണ്ട കൊളമാക്കുന്ന വിധത്തിലുള്ള പ്രവൃത്തികളാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആവശ്യമില്ലാത്ത പരസ്യങ്ങൾ. ഇപ്പോൾ പരസ്യങ്ങൾ കൊണ്ട് നമ്മൾ ഇരിക്കപ്രതിയില്ല. പിന്നെ ഈ നാടകം, പിന്നെ മോഹൻലാലിൻ്റെ ഇൻ്റർവ്യൂ നാടകം. ഇങ്ങനെ നാടകമേ ഉലകം എന്ന് പറഞ്ഞ പോലെ നാടകമേ ഇടതു മുന്നണി. ഇതവർക്ക് ഗുണം ചെയ്യുമെന്ന് അവർ ആലോചിക്കേണ്ടതാണ്. കോൺഗ്രസ് ഇതിനെ ഒരു വലിയ വിഷയമാക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഇത്തരം കള്ളങ്ങളാണ് ഇവർ എക്കാലവും പറഞ്ഞുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഈ വീണ ജോർജിൻ്റെ വിഷയം എടുത്തുകൊണ്ട് ഒരു വലിയൊരു ക്യാമ്പയിന് പരിപാടി ഇടുകയാണ്. എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് നമുക്ക് കണ്ടറിയാം. CPM-ന് ഉള്ള ചാൻസും കൂടെ നഷ്ടപ്പെടുത്തി കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം ഇപ്പോഴത്തെ ഇത് വെച്ചിട്ട്.
കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.